നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ ചരിത്ര പാരമ്പര്യം പേർന്ന സഭാ ഓഫീസിന്റെ പഴയ സമുച്ചയം സംരക്ഷിച്ച് മാർത്തോമ സഭയുടെ ചരിത്രവും പൈതൃകവും ആത്മീയ സംഭാവനകളും അടയാളപ്പെടുത്തുന്ന മാർത്തോമ മ്യൂസിയം ആൻഡ് ഹെറിറ്റേജ് സെന്ററായി രൂപപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി മാർത്തോമ സഭാ കൗൺസിൽ ചേംബറിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. സഭാ പ്രതിനിധി മണ്ഡലത്തിന്റെ തീരുമാനപ്രകാരം പുരോഗമിക്കുന്ന ഈ ചരിത്ര പദ്ധതിക്ക് മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, പദ്ധതി ചെയർമാൻ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത എന്നിവർ നേതൃത്വം നൽകി. അജിത് ഐസക് ഫൗണ്ടേഷൻ സ്ഥാപകൻ അജിത് ഐസക് പദ്ധതിയുടെ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണയും നേതൃത്വവും നൽകി വരുന്നു. ഇന്ത്യയിലെ മ്യൂസിയം വികസനം, പൈതൃക സംരക്ഷണം, ആർക്കൈവിംഗ്, ഡിജിറ്റൽ സംരക്ഷണം, സന്ദർശക അനുഭവ രൂപകൽപ്പന എന്നീ മേഖലകളിലെ പ്രമുഖ വിദഗ്ധർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സലാർജംഗ് മ്യൂസിയത്തിലെ ക്യൂറേറ്ററായ ജോയോദി റോയ്, അശോക സർവകലാശാലയിലെ ആർക്കൈവ്സ് ഓഫ് കണ്ടംപററി ഇന്ത്യയുടെ സ്ഥാപക ഡയറക്ടർ ദീപ ഭട്നാഗർ, ആർക്കൈവ്സ് ഓഫ് കണ്ടംപററി ഇന്ത്യയിലെ സീനിയർ ആർക്കൈവ്സ് അസോസിയേറ്റ് ചിരാഗ് ശർമ്മ, ഗ്രന്ഥപുരയുടെ സ്ഥാപകനും ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷന്റെ ഡയറക്ടറുമായ ഷിജു അലക്സ്, പ്രമുഖ ഓറൽ ഹിസ്റ്ററി വിദഗ്ധയും ആർക്കൈവൽ റിസോഴ്സസ് ഫോർ കണ്ടംപററി ഹിസ്റ്ററിയുടെ സ്ഥാപകയുമായ ഡോക്ടർ ഇന്ദിര ചൗധരി, പൈതൃക സംരക്ഷണവും സുസ്ഥിര വാസ്തുവിദ്യയും രംഗങ്ങളിൽ പ്രശസ്തനായ ഡോക്ടർ ബെന്നി കുര്യാക്കോസ്, ക്രിയേറ്റീവ് ടെക്നോളജിക്കൽ സൊല്യൂഷൻ ഡയറക്ടർ ശശികുമാർ, രാധാകൃഷ്ണൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. മ്യൂസിയം പ്രവർത്തന രീതി, ചരിത്ര രേഖകളുടെ സംരക്ഷണം, ഡിജിറ്റൽ ആർക്കൈവിംഗ്, വാചിക ചരിത്ര ശേഖരണം, പൈതൃക കെട്ടിട സംരക്ഷണം, ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനം, സന്ദർശക അനുഭവ വികസനം എന്നിവയെ സംബന്ധിച്ച് ശില്പശാലയിൽ വിശദമായ ചർച്ചകൾ നടന്നു. ലോകോത്തര നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ രീതിയും ഉൾപ്പെടുത്തി രൂപപ്പെടുത്തുന്ന ഈ മ്യൂസിയം മാർത്തോമ സഭയുടെ ചരിത്ര സാക്ഷ്യങ്ങളെ ഭാവി തലമുറയ്ക്ക് കൈമാറുന്ന ഇന്ത്യയിലെ ശ്രദ്ധേയമായ പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുക എന്നതാണ് ലക്ഷ്യം. ജീവിതത്തിൽ ഒറ്റപ്പെടലും വേദനയും അനുഭവിക്കുന്നവർക്ക് സാന്ത്വനവും പ്രത്യാശയും പകരുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. മലങ്കര മാർത്തോമ സുറിയാനി സഭ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നിരണത്ത് സ്ഥാപിച്ച അനുഗ്രഹതീരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെയും വൈദിക മന്ദിരത്തിന്റെയും കൂദാശ ശുശ്രൂഷയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പൊലീത്ത. വിശ്വാസവും സമാധാനവും സൗഖ്യവും ആവശ്യമുള്ളവർക്ക് അവ ലഭ്യമാക്കുവാൻ സഭ പ്രതിജ്ഞാബദ്ധമാണ്. പ്രത്യാശ പകരുന്ന ഇടങ്ങളായി സമൂഹം മാറണമെന്നും ഭവനങ്ങളിൽ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും കരുതലും നൽകുന്ന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. സീനിയർ വികാരി ജനറൽ വെരി റവറൻഡ് തോമസ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, ഭദ്രാസന സെക്രട്ടറി റവറൻഡ് തോമസ് മാത്യു പുന്നവേലി, ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ, പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാം ഈപ്പൻ, സെന്റർ ഡയറക്ടർ റവറൻഡ് കെ എം ജോൺസൺ, റവറൻഡ് മാത്യൂസ് എ മാത്യു, റവറൻഡ് ജോൺസൺ ഫിലിപ്പ്, റവറൻഡ് പ്രകാശ് എബ്രഹാം, നിരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെനി തോമസ് എന്നിവർ പങ്കെടുത്തു. നിരണം ഗ്രാമപഞ്ചായത്തിലെ ആശാ പ്രവർത്തകരെയും സെൻട്രൽ ഹോം കെയർ സന്നദ്ധ പ്രവർത്തകരെയും സമ്മേളനം ആദരിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMCയുടെ നവീകരിച്ച HE ഡോൾബി അറ്റ്മോസ് സ്റ്റുഡിയോ സമൂഹത്തിനായി സമർപ്പിച്ചു. സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൂദാശ നിർവഹിച്ചു. DSMC പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ സഹകാർമ്മികനായിരുന്നു. വികാരി ജനറൽ വെരി റവറൻഡ് തോമസ് കെ ജേക്കബ്, DSMC വൈസ് പ്രസിഡന്റ് റവറൻഡ് സാം ടി മാത്യു, ഡയറക്ടർ റവറൻഡ് ഉമ്മൻ കെ ജേക്കബ്, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് സ്റ്റീഫൻ സി എബ്രഹാം, ട്രഷറർ ശ്രീ അമ്പോറ്റി മാരാമൺ, DSMC മുൻ ഡയറക്ടേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ജനറൽ ബോഡി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ സ്വിച്ച് ഓൺ കർമ്മം അഭിവന്യ മെത്രാപ്പൊലീത്തയും വീഡിയോ ഫ്ലോറിന്റെ സ്വിച്ച് ഓൺ കർമ്മം അഭിവന്യ ഇവാനിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയും നിർവഹിച്ചു. പൊതുസമ്മേളനത്തിൽ DSMC ഡയറക്ടർ റവറൻഡ് ഉമ്മൻ കെ ജേക്കബ് സ്റ്റുഡിയോ നിർമ്മാണത്തിന്റെ സംക്ഷിപ്ത ലഘു വൃത്താന്തം അവതരിപ്പിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടന പ്രസംഗവും
ലോകം എത്ര ചെറുതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ ഇടയായി തീർന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് DSMCയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊരവസരത്തിൽ തന്നെ വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒന്ന്. ഡോക്ടർ ജോസഫ് മാർ ഇവാനിയസ് എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന സൗണ്ടിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെങ്കിൽ നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യയും പ്രാർത്ഥനയും ഒരുപോലെ സമന്വയിക്കുന്ന ഒരു ശ്രുതിയാണ് ഇന്ന് അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ തുടങ്ങുന്നത്. വെരി റവറൻ തോമസ് കെ ജേക്കബ്, DSMC മുൻ ഡയറക്ടർ റവറൻ സാജൻ പി മാത്യു, പ്രോഗ്രാം കൺവീനർ ശ്രീ ജോസ് തരകൻ എന്നിവർ പ്രസംഗിച്ചു. സ്റ്റുഡിയോ നിർമ്മാണത്തിന് സാങ്കേതിക ഉപദേശം നൽകിയ DSMC സ്റ്റുഡിയോസ് ചീഫ് ഓഡിയോ എഞ്ചിനീയർ അജിത് എബ്രഹാം ജോർജിനെയും സബ് കമ്മിറ്റി അംഗങ്ങളെയും മറ്റ് വിവിധ തലങ്ങളിൽ സഹായിച്ചവരെയും സമ്മേളനം മെമൻറ്റോ നൽകി ആദരിച്ചു. ലഹരിയുള്ള ഏതു വസ്തുവിൻ്റെയും വിപണനവും ഉപയോഗവും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന വസ്തുത ഭരണകർത്താക്കൾ ഒരിക്കലും മറക്കരുതെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. ജനക്ഷേമപരമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും തൂഫാൻ എന്ന പദ്ധതിയിലൂടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനത്തിന് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്ത ആശങ്കാജനകവും അവിശ്വസനീയവുമാണെന്നും മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. ഇത്തരം നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നിരണം മാരാമൺ ഭദ്രാസനം സംഘടിപ്പിച്ച അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണ സമ്മേളനം തിരുവല്ലയിലെ സെന്റ് തോമസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. സീനിയർ വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസ് പാറക്കടവിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് മാത്യു പുന്നവേലി, ട്രഷറർ അനീഷ് കുന്നപ്പുഴ, കൗൺസിൽ അംഗങ്ങളായ ലിനോജ് ചാക്കോ, സൂസൻ തോമസ്, ജിജി ഇടുക്കള ജോർജ്, പ്രിൻസിപ്പൽ മറിയം തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്ര പത്തനംതിട്ടയും സംയുക്തമായി ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ തെള്ളിയൂർ ക്യാമ്പസിൽ സ്ഥാപിച്ച അത്യാധുനിക കാർഷിക ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. കാർഡ് പ്രസിഡന്റും കൃഷി വിജ്ഞാന കേന്ദ്രം ചെയർമാനുമായ ഡോക്ടർ യുയാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത സമർപ്പണം നിർവഹിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമയബന്ധിതമായി കർഷകരിൽ എത്തുന്നത് വഴി വിളനാശം ഒരു പരിധിവരെ നേരിടാമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സയന്റിസ്റ്റും മേധാവിയുമായ ഡോക്ടർ നീത കെ ഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വിളനാശം ലഘൂകരിക്കുന്നതിനും കൃഷി ലാഭകരമാക്കുന്നതിനും ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CP റോബർട്ട്, എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പൈക്കര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി പി എബ്രഹാം, കാർഡ് ട്രഷറർ വിക്ടർ ടി തോമസ്, പുഷ്പ S, ഡോക്ടർ വിനോദ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട എറണാകുളം, കീഴിലം, മൂന്നാർ സെന്റർ തല നേതൃസംഗമം ഇളംകുളം ജെറുസലേം മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ചു. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന വികാരി ജനറൽ റവറൻ ഡോക്ടർ സാംസൺ M ജേക്കബിന്റെ അധ്യക്ഷതയിൽ ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, റവറൻ ബ്ലസൻ ഫിലിപ്പ് തോമസ്, റവറൻ സുബിൻ സാ മാമൻ, ട്രഷറർ നോബൽ തോമസ്, റവറൻ PV ഷിബു, റവറൻ ജോൺസൺ വർഗീസ്, റവറൻ തോമസ് P കോശി എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സഭ വികസന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം കായംകുളം ഷാലെ മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ചു. പരിസ്ഥിതി സെമിനാർ ജില്ലാ സെഷൻ ജഡ്ജി VG ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. വികസന സംഘം അടൂർ ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ തോമസ് യേശുദാസ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സിസി ജോർജ് ഹരിത സമൂഹം ഭാവിയുടെ ദർശനം എന്ന വിഷയത്തിൽ
ക്ലാസിന് നേതൃത്വം നൽകി. വികസന വിഭാഗം ജനറൽ സെക്രട്ടറി റവറൻ ഷിബു സാമുവൽ, റവറൻ ഷാജി കെ തോമസ്, റവറൻ ബെനു ജോൺ, റവറൻ ഷൈനൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസന അസംബ്ലി ജൂൺ 27 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വാരിക്കാട് സിഹിയോൻ മാർത്തോമ പള്ളിയിൽ നടത്തപ്പെടും. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിക്കും. മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡ് ആരംഭിച്ച വായനയാണ് ലഹരി ക്യാമ്പയിന്റെ 2ാം ഘട്ടം ജൂലൈ 1 ആരംഭിക്കും. രാവിലെ 9 ചെങ്ങന്നൂർ MMAR സ്കൂളിൽ കാർഡ് പ്രസിഡന്റ് ഡോക്ടർ യുയാക്കിം മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. ജിനു ജേക്കബ് മുഖ്യ അതിഥിയായിരിക്കും. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവേൽ അധ്യക്ഷത വഹിക്കും. കാർഡ് ടീം അവതരിപ്പിക്കുന്ന അക്ഷരലഹരി എന്ന ലഘുനാടകം, ക്വിസ് മത്സരം, ഒപ്പ് ശേഖരണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്നിവയും സംഘടിപ്പിക്കും. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഷാലോം.